അപൂർവമായി കാണുന്ന കാഴ്ചയാണ് പാകിസ്ഥാനെ പോലെയുള്ള ഒരു രാജ്യത്ത് സമാധാനത്തിന്റെ ചർച്ചാ മേശ ഒരുങ്ങുന്നു എന്നത്. പക്ഷേ ആ മേശയ്ക്ക് അടുത്തേക്ക് വരുമ്പോൾ തന്നെയും തർക്കമൊഴിയുന്നില്ല. ഡൊണാൾഡ് ട്രംപിന് നൽകിയ 10 നിർദ്ദേശങ്ങൾ ഒന്ന്, പുറത്ത് പ്രചരിപ്പിക്കുന്ന ഒന്ന് എന്ന മട്ടിൽ ഇറാൻ ചില കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഈ മേശയിലേക്കൊന്ന് എത്തും മുമ്പ് തന്നെ തർക്കങ്ങൾ ആരംഭിച്ച സ്ഥിതിക്ക് എന്തായിരിക്കും ഈ സമാധാന ചർച്ചകളുടെ ഒരു നീക്കം? ക്രിസ്റ്റീന, പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ ലോകം വലിയ രീതിയിൽ കാതോർത്ത് നിൽക്കുകയാണ്. കാരണം ഈ ചർച്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാരണം 40 ദിവസത്തെ യുദ്ധം താൽക്കാലികമായിട്ട് വെടിനിർത്തൽ ഉണ്ടാക്കി. ഇനി 2 ആഴ്ചത്തെ വെടിനിർത്തലാണ്. അപ്പോൾ അതിൻ്റെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. ഈ ചർച്ചയിൽ വെടിനിർത്തൽ നീട്ടിക്കൊണ്ടുപോകാനോ അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാനോ തീരുമാനമുണ്ടായില്ലെങ്കിൽ ഒരുപക്ഷെ കാര്യങ്ങൾ കൂടുതൽ രൂക്ഷമായിട്ട് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ സമാധാന ചർച്ച ഇന്ന് നടത്താനിരിക്കെ ഇസ്രായേൽ ലെബനോനിൽ കയറി ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ മൊത്തം കൊല്ലപ്പെട്ടവരുടെ സംഖ്യ 300-ൽ കവിഞ്ഞിരിക്കുന്നു. ലെബനോനിലെ മനോഹരമായിട്ടുള്ള താഴ്വരകളിൽ കയറി തീമഴ പെയ്യ്ക്കുകയാണ് ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങളും മിസൈലുകളും. അവിടെ നിന്ന് ഹെസ്ബുള്ള തിരിച്ച് ഇസ്രായേലിലേക്ക് ആക്രമിക്കുന്നുണ്ട്. എന്തായാലും ലെബനോനിലെ ഈ യുദ്ധത്തിന് വിരാമം കുറിക്കാനായി അമേരിക്കയിൽ വാഷിങ്ടണിൽ ലെബനന്റെ അധികൃതരും ഇസ്രായേലിൻ്റെ അധികൃതരും തമ്മിൽ 14-ാം തീയതി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. എന്തെങ്കിലും പോസിറ്റീവായി സംഭവിക്കട്ടെ. പക്ഷെ പ്രധാന ചർച്ച അമേരിക്കയും ഇറാനും തമ്മിൽ ഇസ്ലാമാബാദിലാണ്. അതിന് 2 പ്രീ കണ്ടീഷൻസ്. ചർച്ചയ്ക്ക് ഇരിക്കണമെങ്കിൽ 2 കാര്യം ചെയ്യണം. ഒന്ന്, ലെബനോനിൽ ഉള്ള ആക്രമണം ഇസ്രായേൽ അവസാനിപ്പിക്കണം. 2, ഇറാന്റെ മരവിപ്പിച്ച ആസ്തികൾ അത് തുറന്നു കൊടുക്കണം. അപ്പം ഇത് രണ്ടും ഇല്ലാതെ ചർച്ചയ്ക്ക് ഇരിക്കില്ലെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അതിലെന്തെങ്കിലും തീരുമാനമുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഇറാനെ പ്രതിനിധീകരിച്ച് അവരുടെ സ്പീക്കർ, അവരുടെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അർഗച്ചി അടക്കമുള്ള പ്രമുഖരായിട്ടുള്ള നേതാക്കൾ എത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ്, അതുപോലെ തന്നെ സ്റ്റീവ് വിറ്റ്കോഫ്, അത് അമേരിക്കയുടെ പ്രസിഡന്റിന്റെ പ്രത്യേക പ്രതിനിധിയാണ്. അദ്ദേഹത്തിന്റെ മരുമകൻ, ട്രംപിന്റെ മരുമകൻ ജാരദ് കുഷ്ണർ അടക്കമുള്ള സംഘം എത്തുന്നു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചർച്ചയാണ് നടക്കാൻ പോകുന്നത്. പക്ഷെ പാകിസ്ഥാനെ ഇസ്രായേൽ അംഗീകരിക്കില്ല. പാകിസ്ഥാനും ഇസ്രായേലും തമ്മിൽ വലിയ വാഗ്വാദവും കുറ്റപ്പെടുത്തലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു തിന്മയുടെ രാജ്യമാണ് ഇസ്രായേൽ എന്ന് പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞു. തിരിച്ചൊക്കെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് അമേരിക്കയുമായിട്ട് വെടിനിർത്തൽ ഉണ്ടായാലും ഈ ഇസ്രായേൽ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ വലിയ രീതിയിലുള്ള ആകാംക്ഷകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചർച്ചയുടെ പശ്ചാത്തലമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചയായിരിക്കുന്നത്. അതുപോലെ തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന് വല്ലാത്തൊരു സ്വീകാര്യതയാണ്. ഭീകര രാഷ്ട്രമെന്ന് മുദ്ര കുത്തപ്പെട്ട ഒരു രാജ്യത്തേക്ക് 2011 ശേഷം 15 വർഷം കഴിഞ്ഞാണ് ഒരു അമേരിക്കയുടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒന്നും പാകിസ്ഥാനിൽ പോകാറില്ല. ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്ന ഒരു ബന്ധമാണ്. ഡൊണാൾഡ് ട്രംപിന്റെ മക്കളും അതുപോലെ തന്നെ അസീം മുനീർ എന്ന അവിടുത്തെ സൈനിക മേധാവിയുടെ മക്കളും തമ്മിൽ ക്രിപ്റ്റോ കറൻസി ഇടപാടുണ്ടെന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അത് ഒരു സമാധാന ചർച്ചയിലേക്കുള്ള വാതായനമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈറ്റ്, ബഹ്റിൻ എല്ലാവരും വളരെ ആകാംക്ഷയോടെയാണ് ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടേക്കൊക്കെ ആക്രമണം നടത്തുകയായിരുന്നു ഇറാൻ. ഇത് വെടിനിർത്തൽ കഴിഞ്ഞ് സമാപനം ഉണ്ടായില്ലെങ്കിൽ ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 40 ലക്ഷം മലയാളികൾ ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. 1 കോടിയോളം ഇന്ത്യക്കാരുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഇടയിൽ നമ്മളൊക്കെ വളരെ ആകാംക്ഷയോടെയാണ് ഈ ചർച്ചകളെ കാണുന്നത്. ക്രിസ്റ്റീന, സ്മിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.